പാർക്കിൻസന്റെ പ്രധാന ട്രീറ്റ്മെന്റ് ആണ് ശിരോലേപം, ശിരോലേപം. അത് തലപൊതിച്ചിൽ എന്ന് പറയും. തലപൊതിച്ചില്. ഉച്ചിയിലെ ഈ തളം കൂടാതെ തന്നെ ഒരേ സ്ട്രെച്ചിൽ നമ്മള് മൂക്കില് നസ്യം ചെയ്യും. നസ്യം ചെയ്തിട്ട് നാവിനടിയിൽ മരുന്നൊഴിക്കും. മരുന്നൊഴിച്ചിട്ട് കണ്ണിൽ അഞ്ജനം പോലെ എഴുതും. പഞ്ചകർമ്മേന്ദ്രിയങ്ങളും വരും. ചെവിയിലും ഡ്രോപ്സ് ഉണ്ട്. നമ്മളൊക്കെ തോമസ് ഏട്ടൻ പറഞ്ഞത് ഈ പടികളൊന്നും തോമസിന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. വടിയോ ആരെങ്കിലും പിടിക്കുകയോ ചെയ്യണമായിരുന്നു, സപ്പോർട്ട് വേണമായിരുന്നു. അവിടെയാണ് തോമസ് ഏട്ടൻ ഈസി ആയിട്ട് പടി ഇറങ്ങുന്നത് അല്ലേ? ഈ കോൺഫിഡൻസ് നേരത്തെ ഇല്ലായിരുന്നു അല്ലേ? ഈ ഇറങ്ങി വരുന്ന ചേച്ചിയുടെ ഫോട്ടോയാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ വന്നപ്പോ ഉള്ള അവസ്ഥയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ആ ചേച്ചിയാണ് ഇപ്പൊ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നു വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മിറാക്കിൾ ചേഞ്ച്. ഇതിപ്പം എത്ര ടൈം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? എങ്ങനെയത്? അത് 21 ഡേയ്സ്. അത് 21 ഡേയ്സ് എടുക്കും. 21 ദിവസം? അതെ. രണ്ട് ചെവിക്കും മധ്യഭാഗത്തല്ലേ? ഇങ്ങനെ വെക്കുക. ഇത് ഡോപ്പമൈൻ സ്റ്റിമുലേഷനാ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സന്തോഷത്തിന്റെ ഹോർമോൺ ബ്രെയിനിലെ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺ ഡിസീസ്. മരുന്നില്ലാത്ത ഒരു രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. അതായത് ആ വിറവൽ രോഗം മാറില്ല എന്നാ പറയുന്നത്, ശമനം മാത്രം കിട്ടും. പക്ഷെ ഞാൻ പറയും അല്ല, മാറ്റിയിട്ടുണ്ട് ഒരു ഡോക്ടർ റിയ. അതായത് 500 കണക്കിന് രോഗികളാണ് ഡോക്ടറുടെ ഈ മരുന്ന് കൊണ്ട് രോഗം മാറിയത്. ഈ മരുന്ന് വേറെ ഒരിടത്തും കിട്ടത്തില്ല. അത് ഈ ഡോക്ടർ തന്നെ, ഈ നിൽക്കുന്ന റിയ ഡോക്ടർ തന്നെ വികസിപ്പിച്ചെടുത്ത മരുന്നാണ്. ഒരുപാട് പേർ ഗുണകരമായ മരുന്നാണ്. ഒരു മരുന്നല്ല അല്ലേ? അല്ല. 30-ൽ പരം മെഡിസിൻസ് കാണും. അതെല്ലാം പൊടിച്ച് നമ്മള് മില്ലിൽ പൊടിച്ചെടുക്കുന്നതായി കൽക്കനാണ്. 30-ൽ പരം അല്ലെ? കൽക്കനാണിത്. അതെ ഡോക്ടർ. അപ്പൊ ഇത് ഓയിലാണ്? അതെ. സ്റ്റിഫ്നെസ്, റിജിഡിറ്റി പോലെയുള്ള ഇതാണ് പ്രധാനമായിട്ടും ഈ രോഗികൾ കാണുന്നത്, ട്രമേഴ്സ് ഒക്കെ. അപ്പൊ അതിന് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഓയിൽ എന്ന് പറയുമ്പോൾ മസിൽസ് ലൂസ് ആക്കും, റിജിഡിറ്റി കുറയ്ക്കും. ഒരു കാലിന് ഒരു കൈക്ക്. ചിലർക്ക് കൈ മാത്രമായിരിക്കും ഷിവറിങ്, ചിലർക്ക് കഴുത്ത് മാത്രം. കാലെന്ന് പറയുമ്പോൾ ഒരു അടി പോലും പൊക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ആ പേഷ്യൻസിന്. അങ്ങനെയുള്ള കേസിൽ നമ്മുടെ ഓയിൽ പുരട്ടുമ്പോൾ ആ മസിൽസ് ലൂസാവും. ലൂസായി ആ സ്റ്റിഫ്നെസ് മാറും. അങ്ങനെ ഒരുപാട് വീൽ ചെയറിലൊക്കെ വന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നടന്നു പോകുന്ന അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ അത്ഭുത എണ്ണ അങ്ങോട്ടേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ എണ്ണ അല്ലേ? അതെ. ഇതിന്റെ അകത്താണ് നമ്മൾ 53 സൈസ്. അതെ. പാർക്കിൻ ഓയിൽ. പേര് പാർക്കിൻ ഓയിൽ അല്ലേ? ഇതാണ് നമ്മൾ എത്ര മോശം അവസ്ഥ വന്നവരെക്കായാലും ചലനം കൊടുക്കുന്ന സംഭവം. റിജിഡിറ്റി ഒക്കെ മാറ്റി, പിന്നെ ചലിക്കാൻ പറ്റാത്ത കേസിൽ, സ്ട്രമേഴ്സ് ഉള്ള കേസിൽ ഉള്ളവർക്കൊക്കെ പുരട്ടാനും നമ്മൾ ഇത് തന്നെയാ കൊടുക്കുന്നത്. ഇത് ഞാൻ കണ്ടിച്ചോട്ടെ, ഇതിപ്പം എത്ര ടൈം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? എങ്ങനെയത്? അത് 21 ഡേയ്സ്. അത് 21 ഡേയ്സ് എടുക്കും. 21 ദിവസം? അതെ. അമ്മോ, നമ്മൾ ഇത്രയും കാലം ചെയ്ത പല എണ്ണകളും ഉണ്ട്. നമ്മൾ 6 ദിവസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അയ്യോ 6 ദിവസം നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് 21 ദിവസത്തെ പ്രോസസിംഗ് ആണ്. അതെ. സ്ഫുടം ചെയ്ത് കറക്റ്റ് ആവത്തുള്ളൂ. നമുക്ക് ആ കൽക്കനും ഒക്കെ അരിച്ചത് കറക്റ്റ് രീതിയിൽ പാകമാവത്തുള്ളൂ. നല്ല അത്രയും അതിന്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഡോക്ടർ റിയ ആയുർവേദ സ്പെഷ്യാലിറ്റി ആശുപത്രി. ഇവിടെയാണ് നമ്മുടെ ചികിത്സകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. പാർക്കിൻസൺസ് രോഗത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാണ് ഈ പറയുന്ന ഡോക്ടർ റിയാടത്. നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേഷ്യൻസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ട്രീറ്റ്മെന്റ് നിങ്ങളെ കാണിച്ചു തരാം. പാർക്കിൻസന്റെ പ്രധാന ട്രീറ്റ്മെന്റ് ആണ് ശിരോലേപം, തലപൊതിച്ചിൽ എന്ന് പറയും. തലപൊതിച്ചിൽ. ഇത് എന്താ അതിൽ ഉപയോഗിക്കുന്ന? അതിന് കുറെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ചേർന്ന മരുന്നായത്. നെല്ലിക്ക ഉൾപ്പെടെ ഉള്ളതുണ്ട്. നെല്ലിക്ക, മുത്തങ്ങ, രാമച്ചം, പിന്നെ കുറെ അങ്ങാടി മരുന്നുകളുടെ കൂട്ടും കൂടെ ചേർത്ത് ഉള്ള ഒരു പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യും തലയിൽ. ഞാൻ ചോദിക്കുന്നത്, ഇത് ആക്ച്വലി ഇത് എന്താണ് ഉണ്ടാകുന്ന ഫീൽ? എന്താ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു എഫക്ട് എന്താണ് ഇതിന്റെ? ഇത് നാഡീ സംവേദങ്ങളെ, കത്തുന്ന നാഡീ സംവേദങ്ങളുണ്ട് തലച്ചോറിൽ, അതിനെ കുറയ്ക്കും. പിന്നെ ഓർമ്മശക്തി. പിന്നെ ഈ പാർക്കിൻസന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, സ്ട്രെയിന്, അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ മാറ്റി ഏകാഗ്രതയും ഒക്കെ നൽകുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ തലപൊതിച്ചിൽ. ഇതൊരു പ്രധാന ചികിത്സയാണ്. ഇതിന്റെ പ്രധാന ചികിത്സയാണ്. സാറ് ഇവിടെ വന്ന് എത്ര ദിവസമായി സാറേ? 20 ദിവസമായി. എന്താ ഇപ്പോഴത്തെ ഫീൽ വന്നതും ഇപ്പോഴും നമ്മളെ ഫീൽ എന്താണ്? നമ്മൾ പാർക്കിൻസൺസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈ വിറയ്ക്കുക, ശരീരത്തിന്റെ, എന്റെ വലതുഭാഗത്താണ് പ്രയാസമുള്ളത്, അവിടെ വിറയലും എല്ലാം ആണ്. ഇപ്പൊ അതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം വളരെയധികം കുറഞ്ഞു.
ശരീരത്തിന് ശക്തിയുള്ളതായിട്ട് തോന്നുന്നു. നേരത്തെ ആ ബലം നഷ്ടപ്പെട്ട ഫീൽ ബലം നഷ്ടപ്പെട്ട ഫീൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് മാറി. മാറി, വിറയെല്ലാം കുറഞ്ഞു, നല്ല ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. സാർ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ഇപ്പൊ ഈ റിയ മാഡത്തെ എങ്ങനെ എത്തിപ്പെട്ടത്? എങ്ങനെയാ? ഇതൊരു റെഫറൻസിൽ കൂടെ തന്നെയാണ്. ശരിക്കും കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വരേണ്ടതായിരുന്നു. ഇതുപോലെ 76 വയസ്സുള്ള നമ്മൾക്ക് അറിയുള്ള ഒരാൾക്ക് ബാംഗ്ലൂരിൽ, ഞങ്ങൾ ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ അയൽക്കത്തൊരാൾ 76 വയസ്സായ ഒരു സ്ത്രീ ഇതുപോലെ വന്ന് പാർക്കിൻസൺസ് വന്നതായിട്ട് ചികിത്സിച്ചു. അവർക്ക് 60% മേളിൽ, 76 വയസ്സിന് മേളിലേക്ക് 60% മേളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. അപ്പം അത് നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രിയ മാഡത്തിനെ ബന്ധപ്പെടുന്നത്. സാറിന് ഈ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തത് ആക്ച്വലി? സാറിന് ചെയ്തത് തലപൊതിച്ചില്, പിന്നെ നമ്മള് തക്രധാര, പിന്നെ ഉള്ളത് ഉഴിച്ചില്, പിഴിച്ചില്, അഭ്യംഗം, നാഡീസ്വേദം, എല്ലാം, സ്റ്റീം ബാത്ത് എല്ലാം ചെയ്തിരുന്നു. പിന്നെ നമ്മള് ഇന്റേണൽ മെഡിസിൻസും കൊടുക്കാറുണ്ട്. ഇന്ത്യൻ മെഡിസിൻ നമ്മൾ എന്താ കൊടുക്കുന്നത്? നമ്മുടെ ഓൺ മെഡിസിൻ ആണ് കൊടുക്കുന്നത്. അതെ അതെ, നമ്മുടെ ഓൺ മെഡിസിൻസ് ഉണ്ട്. പാർക്കിൻസൺ ഡിസീസ് ചൂർണം എന്ന് പറഞ്ഞ PD ചൂർണം എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതെ അതെ അതെ, നമ്മൾ ഉണ്ടാക്കുന്ന മെഡിസിൻ തന്നെയാണ് അത്. കുറെ കൂട്ടുകള് മരുന്നുകൾ ചേർന്നതാണ്. നമ്മളിൽ കൂടി മാത്രമേ കിട്ടുകയുള്ളൂ. സ്പെഷ്യൽ തളവാണേ, പാർക്കിൻസൺ ഡിസീസിനുള്ള സ്പെഷ്യൽ തളവാ. ഓയിലും തളപ്പൊടിയും ഉണ്ട്. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള അത് നമ്മള് മിക്സ് ചെയ്തിട്ട് ഉച്ചിയിൽ ഇങ്ങനെ പൊത്തി വെക്കും. അതായത് 2 ചെവിക്കും മധ്യഭാഗം. 2 ചെവിക്കും മധ്യഭാഗത്തല്ലേ? ഇങ്ങനെ വെക്കുക. ഇത് ഡോപ്പമൈൻ സ്റ്റിമുലേഷനാ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സന്തോഷത്തിന്റെ ഹോർമോൺ ബ്രെയിനിലെ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പാർക്കിൻസൺ ഡിസീസ്. അപ്പൊ നമുക്കെന്ന് പറയുമ്പം പിന്നെ ഈ പേഷ്യൻസ് പൊതുവെ ഡൾനെസ് ആയിരിക്കും, സ്ട്രെസ്, ടെൻഷൻ, ഭയങ്കരമായിട്ട് അവര് മാനസികമായിട്ടും ഡിപ്രസ്ഡ് ആയിരിക്കും, ശാരീരികമായിട്ടും അവര് കുഴഞ്ഞുള്ള അവസ്ഥയായിരിക്കും. ആൾക്കാരെ അഭിമുഖീകരിക്കാൻ പോലും അവർക്കൊരു പ്രയാസമായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഈ തളവും ഈ നസ്യവും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മള് നസ്യം ചെയ്യുന്നു. നസ്യം ചെയ്യുന്ന പ്രത്യേക ഒരു ഓയിലുണ്ട്, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ എണ്ണയായാലും ഉള്ളി കഴിക്കുന്ന ആയാലും നമ്മളുടെ ഓൺ മെഡിസിൻ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതെ അതെ അതെ. ഉച്ചയിലെ ഈ തളം കൂടാതെ തന്നെ ഒരേ സ്ട്രെച്ച് നമ്മള് മൂക്കിൽ നസ്യം ചെയ്യും. നസ്യം ചെയ്തിട്ട് നാവിനടിയിൽ മരുന്നൊഴിക്കും. മരുന്നൊഴിച്ചിട്ട് കണ്ണിൽ അഞ്ജനം പോലെ എഴുതും. 5 കർമ്മേന്ദ്രിയങ്ങളും വരും. ചെവിയിലും ഡ്രോപ്സ് ഉണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും തൊട്ടുണർത്തുക എന്നുള്ളതാ കമ്പവാദത്തിന്റെ ആചാര്യന്മാര് പണ്ട് തൊട്ടേ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ചികിത്സാ രീതി. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടേതായിട്ടുള്ളതും ചേർത്തിട്ടുണ്ട് എങ്കിൽ പോലും ആയുർവേദ ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇവിടെ. നമ്മള് അവിടെ വേറൊരു പേഷ്യന്റ് നമ്മളെ തല പൊതിച്ചിട്ട് ചെയ്യും. ഇവിടെ നമ്മള് ശിരോ തളം വേറെ. അതെ, ഇത് രണ്ടും തമ്മിൽ ഉള്ള ഇതെന്താണ്? കാരണം അവിടെയും തല പൊതിച്ചിലായിരുന്നു, ഇത് ആക്ച്വലി ഒരു നമ്മള് തലയിൽ തന്നെയാണ് ചെയ്തത്. പാർക്കിൻസൺ പേഷ്യൻസിന് എല്ലാവർക്കും ഇത് തുടങ്ങാതെ ഈ ഒരു പ്രാരംഭ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് കഴിയാതെ വേറെ ഒരു ട്രീറ്റ്മെന്റിലേക്കും പോകത്തില്ല. ഇത് എല്ലാ ദിവസവും ഇത് കാണും. മറ്റത് 20 ദിവസം കഴിഞ്ഞ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് സ്റ്റേജിലുള്ള തലപൊതിച്ചിലൊക്കെ വരും. അതെ അതെ, അതെന്ന് പറയുമ്പോ 3ാമത്തെ ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കിനെ തലപൊതിച്ചിലൊക്കെ കാണും. ഇതാണ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇതാണ്. ഇത് ലാസ്റ്റ് വരെ ഈ ട്രീറ്റ്മെന്റ് കാണുക. ഈ കൈ പ്രത്യേകം ഞാൻ അത് ഒരു മർമ്മ തെറാപ്പി പോലെ, മർമ്മ ചികിത്സ പോലെ അത് ചെയ്യും. അങ്ങനെ ചെയ്ത് ഈ കൈ നിവർത്ത് നേരെയാക്കി ഇത്രയും രീതിയിൽ ഇവിടം വരെ ആക്കിയത് നമ്മുടെ ഒരു ഫിസിയോതെറാപ്പി പ്ലസ് കളരി മർമ്മ ചികിത്സ ചെയ്തത് കൊണ്ടാണ് ഇത് ഇത്രയും. അതെ, അതിന് സ്പെഷ്യലായിട്ട് നമ്മുടെ ആ തൈലം നമ്മൾ അവിടെ ഉണ്ടാക്കിയ എണ്ണ കണ്ടില്ലേ, പാർക്കിൻ ഓയിൽ, ഈ എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, ഈ എണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ എണ്ണ യൂസ് ചെയ്താണ് ഇത് ഇത്രയാക്കിയത്. ആദ്യമൊക്കെ അദ്ദേഹത്തിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും രീതിയിലാക്കി കൈ. നമ്മളൊക്കെ തോമസ് ഏട്ടൻ പറഞ്ഞത് ഈ പടികളൊന്നും തോമസിന് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. വടിയോ ആരെങ്കിലും പിടിക്കുകയോ ചെയ്യണമായിരുന്നു, സപ്പോർട്ട് വേണമായിരുന്നു. അവിടെയാണ് തോമസ് ഏട്ടൻ ഈസി ആയിട്ട് പടി ഇറങ്ങുന്നത് അല്ലേ? ഈ കോൺഫിഡൻസ് നേരത്തെ ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. അല്ല, ഞാൻ ഒരു 5-6 പ്രാവശ്യം എപ്പോഴും ഇങ്ങനെ രാവിലെ വൈകിട്ടും ഇങ്ങനെ വെളുപ്പിന് 6 മണിക്ക് നടക്കുന്നു. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതൊന്നും ചെയ്യില്ല. ഇല്ലായിരുന്നു, നടക്കത്തില്ല. പേടിയാ, വീട്ടിൽ ഇരുന്നാൽ തന്നെയും ചെയ്യത്തില്ല. അതായത് പാർക്കിൻസന്റെ ഇദ്ദേഹം മീൻസ് ലാസ്റ്റ് സ്റ്റേജ് ഒന്നുമല്ല, ഫസ്റ്റ് സ്റ്റേജിലെ തന്നെയാണ്, തുടക്കമാണ്. എന്നിരുന്നാലും ഒരു റിജിഡിറ്റി, സ്റ്റിഫ്നെസ് ഒക്കെ വരുന്ന കൈനേഷ്യ എന്ന് പറയും.
അപ്പം ഇത് കാലെടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ എപ്പോഴും ഒരു പിടുത്തമായിരിക്കും, മരവിപ്പ് വരും. എപ്പോഴും നടക്കുമ്പം ഒരു നമ്മൾ തടി വെച്ച് പൊക്കി വെച്ച് വെക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിരിക്കില്ല. അപ്പം നമ്മൾ കിഴി പോലെയുള്ളത്, ഉദ്വർത്തനം, പിന്നെ കിഴി, ഉഴിച്ചില്, പിഴിച്ചില് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ നേരെയാക്കിയിട്ട് ശേഷം ഡോപ്പമൈൻ സ്റ്റിമുലേഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പാർക്കിൻസണിന് പ്രധാനമായിട്ടും ആ ചികിത്സാ രീതി തന്നെ. അതാണ് ഡോപ്പമൈൻ സ്റ്റിമുലേഷൻ ആണ് തളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തളമൊക്കെ പുള്ളിക്ക് ചെയ്യുമ്പം നമ്മൾ നെല്ലിക്ക, പിന്നെ മുത്തങ്ങ, രാമച്ചം പോലെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ പിന്നെ അതായത് തലപൊതിച്ചിൽ എന്ന് പറഞ്ഞത് ചെയ്തു. അപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് ചെയ്യുന്നതിന്റെ ആണ് ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ കോൾഡ് പോലെ ഇപ്പൊ ഉള്ളത്, ചെറിയത്. അത് എല്ലാവർക്കും വരുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പൊ നല്ലതായിട്ട് അതിന് മാറ്റമുണ്ട്. ഇപ്പൊ നമ്മള് ഈ തോമസ് ഏട്ടനെ പോലെ ഒരുപാട് പേരുണ്ട്. കാരണം ഈ ട്രീറ്റ്മെന്റ് ഇല്ല എന്നതാ പറഞ്ഞ, വീണ്ടും പറഞ്ഞു, ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിശ്വസിച്ച് ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നവരുണ്ട്. അങ്ങനെ പൊരുത്തപ്പെടേണ്ട കാര്യമില്ല. പാർക്കിൻസൺസ് രോഗത്തിന്റെ ഏത് സ്റ്റേജ് ആയാലും മാറ്റാൻ നമുക്കിവിടെ പറ്റും. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഈ സ്റ്റേജിലായിരുന്നു അല്ലേ? ഈ സ്റ്റേജിലായിരുന്നു അയച്ചത്. നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എന്തായിരുന്നു? ഏകദേശം പിന്നെ ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും മെമ്മറി കട്ട് ആയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുവായിരുന്നു. ഇങ്ങനെ ഓൾറെഡി അത് മാറി അല്ലേ? പിന്നെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു ഹെഡ്, ഇങ്ങനെ സംസാരിക്കുന്ന ടൈമില് വിറയല് നല്ലപോലെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റമുണ്ട്. പിന്നെ പുള്ളിക്കാരി ഹസ്ബൻഡിന്റെ പേര് പോലും ഓർക്കത്തില്ലായിരുന്നു. ഇപ്പം ഹസ്ബൻഡിന്റെ പേര് ഓർമ്മയുണ്ട്. അത്യാവശ്യം മക്കളോടൊക്കെ സംസാരിക്കും ഒരുവിധമൊക്കെ. നേരത്തെ ആണെങ്കിൽ വല്ലാത്ത ഇതായിരുന്നു, ഒരു വെപ്രാളമായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? നേരത്തെ തന്നെ ആഹാരം കഴിക്കുന്ന, പ്രോപ്പറായിട്ട് ആഹാരം വാരി കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആക്ച്വലി സ്റ്റേജ്? എങ്ങനെയായിരുന്നു? ഇവർക്ക് ഇങ്ങനെ ഭയങ്കര വിറവലായിരുന്നു. ഇങ്ങനെ വിറവല് നടക്കാൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെയായിരുന്നു. തലയിട്ട് ആട്ടും പിടിയൊക്കെയായിരുന്നു. അവരെല്ലാം ഒത്തിരി മാറ്റം വന്നു. നമ്മൾ എത്ര കാലമായിട്ട് വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിട്ട്? ഇത് 8 വർഷത്തോളമായി. ഇവിടെ ശ്രീചിത്രയിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവസാനം അവര് പറഞ്ഞു, ഇനിയിപ്പം മരുന്നൊന്നും അവര് തരുന്ന ഗുളിക മാത്രം കഴിച്ചാൽ മതി, ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റേജിൽ പറഞ്ഞു 8 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു അല്ലേ? എന്നിട്ട് 8 വർഷം ട്രീറ്റ്മെന്റ് ചെയ്താണ്. പല ഹോസ്പിറ്റലിൽ 8 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇനി മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ അമ്മ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥയായിരുന്നു. അതിൽ നിന്നാണ് ഈ പറയുന്ന 21 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ റിയ ഡോക്ടറിന് കഴിഞ്ഞു. നേരത്തെ കുനിഞ്ഞു നടന്ന ആളാണ് ഇപ്പൊ നല്ല ഓടിച്ചിരിച്ച് നടന്നു പോണത്. നമ്മുടെ കൂട്ടത്തിലേ ഒരു അമ്മയുണ്ട്, സരസമ്മ എന്ന പേര്. അമ്മയ്ക്ക് എന്തായിരുന്നു പ്രശ്നം? എനിക്ക് ഏണിന് വേദന ആയിട്ട് നിക്കാൻ വയ്യായിരുന്നു. എനിക്ക് കാലിന് ഈ കാലിനങ്ങ് കഴപ്പായിരുന്നു. അങ്ങനെ ഈ നൂന്ന് നിൽക്കാൻ വയ്യ. എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ കുനിയായിരുന്നു നടക്കുന്നത്. നൂന്ന് നിൽക്കുമ്പോ കിടുങ്ങ് വിറയ്ക്കും ശരീരം. വിറയ്ക്കും. അപ്പൊ നാസം നടക്കണ എങ്ങനെ? ആ സമയത്ത് അന്നേരം കാലിനിങ്ങനെ പിടിച്ചോണ്ട് താങ്ങി താങ്ങി നടക്കാൻ പറ്റുള്ളായിരുന്നു. എത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തു ഇവിടെ? 21 ദിവസം തിരുമ്മി. ഇപ്പൊ എത്ര വർഷം തിരുമ്മിട്ട്? 5 വർഷമായി. അതാണ് കാര്യം, 5 വർഷമായി. നമ്മൾ ചിലർ പറയും ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ എല്ലാ വർഷവും ചെയ്യണം എന്നാലേ മാറുള്ളൂ എന്നുള്ളത്. പക്ഷെ സരസമ്മ ചേച്ചി ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞ് ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഡോക്ടറെ, എന്തായിരുന്നു ഡോക്ടറെ അമ്മയുടെ പ്രശ്നം? എന്തായിരുന്നു? അമ്മയ്ക്ക് L3, L4, L5 ലംബാർ റീജിയൻ, ഡിസ്ക് ബൾജ്, പിന്നെ നെർവ് റൂട്ട് കംപ്രഷൻ. അപ്പം അതെന്ന് പറയുമ്പോൾ നമ്മള് 21 ദിവസം കടിവസ്തി, പിഴിച്ചില്, ധാര, കിഴി, അത് കിഴി, പൊടിക്കിഴി എല്ലാം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചെയ്ത ശേഷം പുള്ളിക്കാരിക്ക് നല്ല പോലെ നടക്കാൻ പറ്റി. കുനിഞ്ഞു നടന്നേത് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു. രീതിയിൽ പിടിക്കാതെ ആൾക്കാരെ സപ്പോർട്ട് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനുശേഷം നല്ല സപ്പോർട്ടോടുകൂടി, സപ്പോർട്ട് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടക്കാനൊക്കെ ഉള്ള ഒരു ഇതായി. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ആരെങ്കിലും ഇതേ അവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിൽ, റിയ മാഡത്തിന്റെ നമ്പറാണ്, വിളിക്കുക. നിങ്ങൾ സംസാരിക്കുക അല്ലെ? ആദ്യം ഫസ്റ്റ് സംസാരിക്കുക. ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ തീരുമാനം എടുക്കുക. അപ്പം വീണ്ടും മറ്റൊരു കാണാം. അതുവരെ ബൈ ബൈ.